ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ലാബ്. ഈ വേനൽ ചൂടിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തണ്ണിമത്തൻ്റെ ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു സ്പെഷ്യൽ വത്തയ്ക്ക മിൽക്ക് ഷേക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈ സ്പെഷ്യൽ വത്തയ്ക്ക മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു വലിയ പീസ് വത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് തണ്ണിമത്തൻ്റെ 4 ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി മാറ്റണം. ഇതിലൊരു പീസ് എടുത്ത് മാറ്റി വെക്കുക. ഇത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ഭാഗം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. നമുക്കിത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജ്യൂസൊക്കെ അടിക്കുന്ന വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. വത്തക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് പാല് തിളപ്പിച്ചിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ എന്ന് പറയുമ്പം 2 കപ്പ് പാലുണ്ടാവും. പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇതുപോലെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു തവിയോ മറ്റോ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൻ്റെ കുരുവൊന്നും എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം. നല്ല തണുപ്പോട് കൂടി പെട്ടെന്ന് തന്നെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു 1/2 കപ്പ് അളവിൽ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. പാലൊക്കെ നല്ല രീതിയിൽ തണുത്തതാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മധുരം അല്പം കുറവുണ്ട്. ഞാനതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങളും അതുപോലെ തന്നെ കുരുവൊക്കെ ഗ്ലാസിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you so much for watching.